ഗൈസ് നമ്മൾ ഒരു ലോങ് മൈനിങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ആവശ്യമുള്ള റെസ്റ്റോറൻറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോറേജിന്റെ ബാക്കി പരിപാടി കാണിച്ചു തരാം. റെസ്റ്റോറന്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഇവിടെ. ഇനിയിപ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് കോപ്പർ കോളത്തെ കളർ, അതായത് റെസ്റ്റോറന്റ് നമ്മൾ പറയുന്നത് കമ്പാർട്ടർ, റെസ്റ്റോറന്റ്, ഡസ്റ്റ് ഇങ്ങോട്ട് നോക്കിയിട്ട് ആ ഡസ്റ്റ് റിപ്പീറ്റർ, ആ റിപ്പീറ്റർ നോക്കിയിരിക്കുന്ന ബ്ലോക്കിൽ ഒരു ടോർച്ച്. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ ഞാൻ എക്സ്ട്രാ വെച്ചിട്ട്, കാരണം നമ്മളെ സോർട്ട് ചെയ്യാത്ത ഏതൊരു ഐറ്റംസ് ആണെങ്കിൽ അത് ഇവിടെ വന്ന് സ്റ്റോർ ആയിക്കോളും. പിന്നെ ഇനിയിപ്പോ ഇവിടെ പരിപാടി വെച്ചാൽ അതെ കോപ്പർ കോളത്തെ സ്പോൺ ആക്കുക എന്നുള്ള പരിപാടിയാണ് ഇനി ഉള്ളത് നമുക്ക് മെയിനായിട്ട്. അതിനായിട്ട് കോപ്പർ കോളത്തെ സ്പോൺ ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെയാണ് നമുക്ക് കോപ്പർ കോളത്തെ ചെസ്റ്റ് വെക്കാം. ആ ചെസ്റ്റിലേക്ക് നമുക്ക് ഇടുന്നത് ഹോപ്പർ വഴി നേരെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ഇവിടുന്ന് വന്നിട്ട് ചെസ്റ്റിൽ കൂടെ നേരെ ഹോപ്പർ വെച്ചൊരു കണക്ഷൻ അങ്ങോട്ട് ഇവിടെ വന്ന് സ്റ്റോർ ആവും. ഇത് വാളുണ്ടാക്കിയില്ല വാളൊക്കെ ഈ ചെസ്റ്റിന്റെ മേലെ കൂടെ ഇങ്ങനെ എന്നിട്ട് ഇപ്പുറത്തേക്ക് ഒരെണ്ണോടെ കണക്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ. പിന്നെ ഈ നമ്മുടെ ഈ കമ്പാർട്ടർ വെച്ചില്ലേ അതിന്റെ മേലെ കൂടെ ഫുള്ള് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഇങ്ങനെ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് വെക്കുക. അതായത് നമ്മുടെ ഈ ചെസ്റ്റ് ഇരിക്കുന്ന ഏരിയ ഫുള്ള് കണക്ട് ചെയ്ത രീതിയിൽ ഇത്രയും വെക്കണം. ഇത്രയും ചെസ്റ്റ് ഏതോ ഓപ്പൺ ആക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ വാള് വെച്ച ചെസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റൂലല്ലേ? പറ്റും. ഇവിടെ മറ്റേ ചെസ്റ്റ് വരണം. കോപ്പർ ഗോളത്തിന്റെ അവിടെ കോപ്പർ കോളത്തിന്റെ കോപ്പർ ചെസ്റ്റ് ഹോപ്പർ അതിന്റെ പുറകെ കൂടെ നേരെ കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു ചെസ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹോപ്പർ അല്ല, ഒരു ചെസ്റ്റ് നമ്മള് ഇവിടെ ഇങ്ങനെ വെക്കും. പിന്നെ നമുക്ക് ഇപ്പൊ മറ്റേ ഗോളത്തെ സ്പോൺ ചെയ്യാം. സ്പോൺ ചെയ്യട്ടെ? ഇനി നമുക്ക് ഈ ചെസ്റ്റ് അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് ഈ ചെസ്റ്റ് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പൊ അവനെ ചെസ്റ്റ് തുറക്കണ്ടാണ്. വാച്ച് അത് അവിടെ നമുക്ക് ഷെയർ ചെയ്തിട്ട് എടുത്തിട്ട് തരാം. അതിപ്പോ പ്രശ്നമല്ലേ. അവൻ ആദ്യം ചെസ്റ്റ് തുറക്കുന്നു നോക്കട്ടെ. തുറക്ക്. ഇട്ടവൻ അവനായിരുന്നു ഇട്ടത്, കാരണം സോർട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോ സോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് വെച്ചാ ചെസ്റ്റ് തുറക്കുക. ഒരു 3 സ്റ്റാക്കും 54 ഐറ്റംസ്, അതായത് 4 സ്റ്റാക്ക് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 54 ഒന്ന് സ്റ്റോപ്പായി കണ്ട. ഇനിയിപ്പോ ഈ 54 ഒരു ബ്ലോക്ക് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് സ്റ്റോൺ ബ്രിക്കിന്റെ നമ്മളവിടെ ആഡ് ചെയ്യുന്നത് ഒരെണ്ണോടെ. വീണ്ടും ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് കയ്യിലേക്ക് വെക്കുന്നു, നമ്മളൊരു ഡയറൈറ്റ് എടുത്തിട്ട് അവിടെ ആഡ് ചെയ്യുന്നത്. വീണ്ടും ഇവിടുന്ന് ഒരെണ്ണം ഇങ്ങോട്ട് കയ്യിലേക്ക് എടുക്കുന്നു, നമ്മളൊരു ഡീപ് സ്ലൈറ്റ് എടുത്തിട്ട് അവിടെ ആഡ് ചെയ്യുന്നത്. വീണ്ടും ഒരെണ്ണം ഇവിടെ നമ്മൾ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നത്, ടഫ് എടുത്ത് നമ്മൾ ഇവിടെ വെക്കുന്നത്. ലാർജ് ചെസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ടഫ്, കുറച്ച് ഇത്, കുറച്ച് സ്റ്റോണ്, കുറച്ചിത് ഇത്ര ഇട്ട് കൊടുത്ത്. വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേർട്ട് ഇട്ട് കൊടുക്കും. കാരണം നമ്മൾ ഡേർട്ട് വെച്ചിട്ട് ഡേർട്ട് ഇതിനകത്ത് ഇടും. അപ്പൊ ഇത് വർക്കിംഗ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് തുറക്കുന്നുണ്ടോ? ചെസ്റ്റ് തുറക്കുന്നുണ്ടോ? ഇല്ല. നാണകെട്ടടാ, ഇത് വന്ന് തുറക്കടാ. നീ എന്താടാ ഇങ്ങനെയൊക്കെ കടിക്കുന്നേ? എനിക്ക് തോന്നുന്നു ഈ വാൾ ഒരു ബ്ലോക്ക് കൂടെ അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വെച്ച് ബഗ്രോക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ 2 വാൾ വെച്ച് ഒരു മിനിറ്റ് 2 ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. ഇപ്പൊ ഇന്നത്തെ 5 ഐറ്റംസ് ഷോർട്ട് ആവുന്നുണ്ട്. 5ഉം പിന്നെ ഒരു 6 ഡേർട്ടോട് കൂട്ടി 6 ഐറ്റംസ്. 3, 6 ഇത് കറക്റ്റ് 6 ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ സോർട്ട് ചെയ്യാത്ത ഇതിൽ ഐറ്റംസ് ആയത് നേരെ നമുക്കൊരു ഇതില് ഫുള്ള് സോർട്ട് ആക്കി കഴിഞ്ഞിട്ട് അതിനുശേഷം ബാക്കി വരുന്നത്. കാരണം ഇതിപ്പോ സോർട്ട് ആയാലും നമ്മളിപ്പോ ഏത് ഇട്ടാലും ഉണ്ടല്ലോ, നമ്മൾ പുറകില് റെഡ് സ്റ്റോൺ വെച്ചിരിക്കുന്ന കാരണം ഇപ്പൊ നമ്മളിവിടെ എന്ത് ഐറ്റംസ് ഇട്ടാലും നമ്മളിവിടെ സോർട്ട് ചെയ്തിട്ടാണെങ്കിലും തൊട്ടടുത്ത ജസ്റ്റ് കൊണ്ട് അവനിടും. അപ്പൊ അത് ലോക്ക് ആവും. ഈ റെഡ് സ്റ്റോൺ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ റിപ്പീറ്റർ ഉണ്ടല്ലോ, ഈ കമ്പാർട്ടർ അവിടെ സിഗ്നൽ കൊടുക്കും. അതായത് 3 സ്റ്റാക്കും 54 ഐറ്റംസ് കൂടുതൽ അതിൽ വന്നു കഴിഞ്ഞാൽ ഈ റെഡ് സ്റ്റോൺ റിപ്പീറ്റർ വഴി കമ്പാർട്ടർ സിഗ്നൽ കൊടുത്ത് റെഡ് സ്റ്റോൺ വഴി നേരെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മുടെ ഈ റിപ്പീറ്റർ വീണ്ടും ഒരു പവർ കൊടുക്കും. ആ പവർ വന്നിട്ട് റെഡ് സ്റ്റോൺ ടോർച്ച് വഴി ബ്ലിങ്ക് ആയിട്ടാണ് ഈ സംഭവം വർക്ക് ആവുന്നത്. എന്നിട്ട് വീണ്ടും ഈ കമ്പാർട്ടർ ഓപ്പൺ ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ആ സംഭവം നമ്മളോട് തള്ളിപ്പോകുന്നത്. അങ്ങനെയാണ് അതിന്റെ റെസ്റ്റോറന്റ് ഒരു പരിപാടി. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായ പോലെ ഇരിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ അങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് എന്റെ സംഭവം നടക്കുക. അപ്പൊ ഇതില് നമ്മൾ എന്തായാലും ഇനി കുറച്ചൊരു അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമ്മൾ വിചാരിച്ച സംഭവം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം നമ്മളെ പ്ലാനിങ് എല്ലാം പാളിയിട്ടുണ്ട്. അതെ. ഒരു കോപ്പർ കോളത്തെ വെച്ചത് നമ്മളത് ഇപ്പൊ 3 കോപ്പർ കോളം വെച്ച് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുതായിട്ട് വെച്ചാൽ 15 സ്റ്റോറേജ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് 13 ആയിട്ടുണ്ട്. 2 സ്റ്റോറേജ് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഒരു റേഞ്ച് ഉണ്ട്. 5 ജസ്റ്റ് ഇവന്മാർ ഓപ്പൺ ആക്കുന്നുള്ളൂ. എന്ത് ചെയ്തിട്ടും അത് ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ഔട്ട്പുട്ട് അവിടുത്തെ ആ കോപ്പർ കോളത്തിന് പോകും. ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് പോട്ടെ. മെയിൻ ഔട്ട്പുട്ട് ഇവന് വരും. പിന്നെ ഇവന് വെക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവൻ ഈ ചെസ്റ്റിൽ വെക്കും. ആ ചെസ്റ്റ് നേരെ ഇവിടുന്ന് കോപ്പർ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു അടുത്ത ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവൻ സോർട്ട് ചെയ്യാൻ പറ്റാത്ത ഐറ്റം അവൻ ഇവിടെ കൊണ്ടിട്ട് ഈ ചെസ്റ്റിലിടും. അതെടുത്തിട്ട് ഇവൻ എടുത്ത് ഇവിടെ കിട്ടോളും.
പിന്നെ നമ്മുടെ ലാസ്റ്റ് ജസ്റ്റ് ഇതിലാണ് റാൻഡം ആയിട്ടുള്ള ഫുൾ സാധനങ്ങൾ പോയിക്കൊള്ളൂ. ഇവിടെ ഒന്ന് സോർട്ട് ആക്കിയിട്ടില്ല കേട്ടോ, അത് വേറെ കേസ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഐഡിയ ആണ്. ഇത് നമ്മൾ ട്യൂട്ടോറിയൽ നോക്കിയിട്ടില്ല, ഇത് സ്വന്തം ഐഡിയ ആണ് ഈ ടെക്നിക്ക്. അതാണ് ഇത്ര കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് ഇത് എത്ര പറഞ്ഞിട്ട് മനസ്സിലല്ലേ, കണ്ടാ മതി. പിന്നെ ഈ നമ്മുടെ ഈ വാള് വെക്കുന്നത് ആ ഒബ്സർവറിന്റെ മേളിൽ കൂടെ വെക്കരുത്, അമ്മമാര് ബഗ്ഗാവും. അതേപോലെ നമ്മൾ ഇവിടെ വെച്ച് കഴിയുമ്പോ ഇതിന്റെ താഴെ ഫുള്ള് നമ്മള് സ്റ്റെയർ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കണം. അതല്ലെങ്കിലും അമ്മാരവിടെ പോയിട്ട് ലോക്കാം. ഇവിടെ ഇപ്പൊ ഇതുപോലെ വെക്കേണ്ടതാണ്. സ്റ്റക്ക് ആവുന്നുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം ഒരു 1-2 കോപ്പർ കോളം ചത്തിട്ടുണ്ട് എടുക്കാതെ. 2 കോളത്തെ അങ്ങ് തട്ടി പണിയെടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഒന്നമാരെല്ലാം ഭയങ്കര പണി. പിന്നെ അമ്മമാർക്ക് ഭയങ്കര ഉഷാറായിരുന്നു. അല്ല, ഭംഗിയിൽ കാര്യമില്ല, സംഭവം എങ്ങനെ സോർട്ട് ആവുന്നു അത്രേ ഉള്ളൂ. സംഭവം സോർട്ട് ആവുന്നുണ്ടോ അത് മതി. ഇത് ഫുള്ള് നമ്മളെ ഇവിടെ ഫുള്ള് നമ്മൾ മറക്കും. പിന്നെ ഇതൊന്നും മേൽഭാഗം കാണൂല. നമ്മളെ ഫുള്ള് ഡിസൈൻ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ തീർച്ചയായിട്ടും. പിന്നെ വേറെ ബാക്കിലൊന്നും വേറെ മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ 2 ചെസ്റ്റ് എടുത്ത് കളഞ്ഞല്ലോ ഇവിടുന്ന്. അതിന്റെ എല്ലാ സൈഡിലെ റെഡ് ഷോപ്പ് ഫുള്ള് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വരെ ഫുള്ള് നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഇതിനകത്ത് ഫുള്ള് നമ്മുടെ എന്താണ് നേച്ചർ ആയിട്ട് സാപ്ലിങ്സ്, അതേപോലെ നമ്മുടെ കുറെ എന്നിട്ട് അതിന്റെ പേര് ആ ചെടിയെല്ലാം വരും. പിന്നെ ഇതിനകത്ത് തന്നെ മോബിലൂട്ട്, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ നമ്മുടെ പേപ്പർ, ഡൈ, അങ്ങനത്തെ കാര്യങ്ങള്. ഇതിനകത്ത് നമ്മുടെ ഫാമിംഗ് ഐറ്റംസ്, അത് ക്യാരറ്റ്, പൊട്ടറ്റോ, മെലണ്, പംകിന്, വീറ്റ്, അതൊക്കെ ഇതിനകത്ത് നമ്മുടെ വാല്യബിൾസ് ആയിട്ടുള്ള ഐറ്റംസ് വരും. ഇത് വുഡും ഇത് സ്റ്റോൺ ഐറ്റംസ്, മൈൻ ചെയ്ത് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഞാൻ പോയി അവർക്ക് അത് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട്. അതെ, ഇത് ഞാനിവിടെ ഫുള്ള് തട്ടി, ഇത്രയും സാധനം ഇവിടെ ഫുള്ള് തട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് 3ാമത്തെ പെട്ടി. നമ്മള് ഇവിടുന്ന് ഒരു ഐറ്റം എടുക്കുക, ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് വെക്കുക, പാരം ഇവിടുന്ന് ഒരെണ്ണം എടുക്കുക, ഒരു ബ്ലോക്ക് അങ്ങോട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ടെക്നിക്ക്. ഇതിപ്പോ ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കഴിഞ്ഞ് ഇവിടെ വരുന്ന എല്ലാം താപ്പോട്ട് പോകും. അത്രേ ഉള്ളൂ ഇതിന്റെ സെറ്റപ്പ്. പിന്നെ നമ്മുടെ ഇത് കാണിച്ചില്ലായിരുന്നു, നമ്മുടെ പംകിൻ മെലണ് നല്ല വെടിച്ചിലായിട്ട് കീഴിലെ എഫിഷ്യന്റ് ഫാം ആണിത്. സ്റ്റാർട്ടർ ഫാം. വരുക, പൊട്ടിക്കുക, വില്ലേജറിനോണ്ട് വയ്ക്കുക. അതന്നെ ഫുള്ള് ഓട്ടോമാറ്റിക്. ഇത് പിന്നെ നമ്മുടെ ഷുഗർ കെയിൻ, ഇത് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടോ ഫുള്ള് വളം നിൽക്കുക. ഇത് നീ ഫുള്ള് ഫാം ചെയ്യണം. ഇത് തന്നെ അവിടെ കൊടുക്കണം. 10 സ്റ്റാക്കിന് മേളിലുണ്ട് ഇത് 10 സ്റ്റാക്കിന് മേളിൽ വരും ഫോർച്യൂൺ ചെയ്ത. ഉറപ്പായിട്ടും വരും. പിന്നെ നമ്മുടെ ഷുഗർ കെയിൻ എല്ലാം അടിപൊളിയായിട്ട് വന്നു. പിന്നെ നമ്മുടെ ബാമ്പു അതും അവിടെ ഫാം ആക്കി കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ഫാം ആക്കണം. എന്നാലും ഇന്നത്തേത് നമ്മുടെ ഭയങ്കര ഒരു വലിയ ഇതായിരുന്നു. കാരണം നമ്മള് ഇത്രയും ഞാൻ ഈ വേൾഡിൽ ഇത്രയും നല്ല ഒരു വേൾഡ് കളിച്ചിട്ടും അതിനകത്ത് ആ വില്ലേജേഴ്സിനെ കൊണ്ടില്ലാത്തൊരു തൊല്ലയായിരുന്നു ഇമ്മാരൊക്കെ. വില്ലേജേഴ്സ് ഒക്കെ പിന്നെയും ഭേദം. പണി സത്യം വില്ലേജേഴ്സ് ആണ് ബെറ്റർ കേട്ടാ. പണിയൊന്നും എന്നുവെച്ചാ ഹ്യൂജില് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, മേബി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുമായിരിക്കാം. പക്ഷെ എന്തായാലും അമ്മമാര് നമുക്ക് നല്ലൊരു പണിയാണ്. കാരണം അമ്മമാര് 5 ബ്ലോക്ക് മാത്രമേ നമുക്ക് സോർട്ട് ആക്കി തരുന്നുള്ളൂ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല 6-7 പോകും, പക്ഷെ ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. അമ്മമാര് ഗ്ലിച്ച് അടിച്ച് ചെയ്യത്തുള്ളൂ. ആദ്യത്തെ 5 എണ്ണത്തിൽ തുറന്നു നോക്കിട്ട് അമ്മമാര് വീണ്ടും പോയിട്ട് വീണ്ടും വീണ്ടും സ്റ്റാർട്ട്, എന്നിട്ട് കുറെ നേരം ബ്ലോക്ക് പിടിച്ച് ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും. 6-7 ഒക്കെ തുറന്നു നോക്കും. അത് ബഗ്ഗാ. അതിലും സ്മൂത്ത് ആയിട്ട് പോകുന്ന 5 ബ്ലോക്കാണ്. ഇപ്പൊ നമ്മള് വെച്ചിരിക്കുന്ന 5 ബ്ലോക്ക് 4 ബ്ലോക്കും പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതങ്ങനെ 4 ബ്ലോക്ക് ഒക്കെ വെച്ച് ഒന്ന് പോയിട്ട് കിടന്ന് ഉറങ്ങിയേക്കാം. പിന്നെ നമ്മളെല്ലാം വാക്സിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാക്സിൻ എല്ലാത്തിനും വാക്സിൻ ചെയ്ത് സെറ്റ്. കാരണം നമുക്ക് സാധനം ഫുള്ള് ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ, തടിപ്പോണ്ട ആവശ്യം വന്നില്ല. അമ്മോ അപ്പൊ അങ്ങനത്തെ എന്താ പരിപാടി നമ്മള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഒഴിവാക്കിയത് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. സത്യം. ഡ്രിപ്സ്റ്റോൺ വേണോ? ഇവന്മാര് ഡ്രിപ്സ്റ്റോൺ കൊടുക്കുന്നുണ്ട്, വാങ്ങിച്ചു വെച്ചോ. ചില നമ്മള് പോയ കേവിലൊന്നും കണ്ടില്ലല്ലോ. കുറച്ച് എമറാൾഡ് എടുത്തിട്ടോ. എന്റെ എമറാൾഡ് ഇല്ല. അവിടെ എമറാൾഡ് അവിടെ സോർട്ടിംഗ് സിസ്റ്റം നോക്കി. സോർട്ട് ചെയ്തിട്ടായിരുന്നു നിങ്ങള്? സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരെണ്ണം കൊടുത്തില്ലായിരുന്നോ? ഏതെങ്കിലും ഒരു ചെസ്റ്റ് ഒരെണ്ണം മതി. 2 വാങ്ങിച്ചു നോക്ക്. അത് വളരുമ്പോ ഒരെണ്ണം ഒരു എമറാൾഡേ ഉള്ളു 2 എമറാൾഡൊന്നും കാണുന്നില്ല കേട്ടാ. കാണും. പംകിൻ ഫാം ഒക്കെ നമുക്ക് അല്ല നമ്മളൊരെണ്ണം കൊടുത്തായിരുന്നേ അവന്റെ ഇല്ലേ? ഈ പൂമ്പാറ്റൊക്കെ നമ്മുടെ ടെക്സ്ചർ പാക്കിന്റെ ആണ്. ഇതിനൊന്നും ഹിറ്റ് കൊള്ളത്തില്ല. ഇതൊരു എൻറ്റിറ്റി അല്ല, ജസ്റ്റ് ഒരു ആനിമേഷൻ മാത്രമാണ് പൂമ്പാറ്റ. ഇല്ലേ? അത് പിന്നീട് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി, അതായത് സ്റ്റോറേജ് ബിൽഡിങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കുറെ മണിക്കൂറുകൾ എടുത്തു, എന്നാലും നമ്മൾ അവസാനം അത് നമ്മുടേതായ രീതിയിൽ തന്നെ പണിഞ്ഞ് തീർത്തു. ഇനിയിപ്പോൾ അത്
അതിൻ്റെ നല്ലൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് അത് മൊത്തം ഹൈഡ് ആക്കണം. പിന്നെ എല്ലാ സാധനങ്ങളും ബേസിലിരിക്കുന്ന ചവറെല്ലാം കൊണ്ട് അത് സോർട്ട് ചെയ്ത് വെക്കണം മൊത്തത്തിൽ. പിന്നെ ലേബൽ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അപ്പം ഇനി ഇരുന്നിട്ട് നമുക്കൊരു ചെറിയ ബാൺ സെറ്റ് ചെയ്യണം. അതൊക്കെ ഉള്ളൂ മെയിനായിട്ട് ഇനി അടുത്ത എപ്പിസോഡിലെ പരിപാടി. അടുത്ത എപ്പിസോഡ് മിക്കവാറും ഒരു ബാണായിരിക്കും. അപ്പം ഇതിൻ്റെ ഈ സ്റ്റോറേജ് പണിയുന്ന ട്യൂട്ടോറിയലും എല്ലാം ബോയിഡിൻ്റെ ചാനലിൽ കാണും. ഞാനപ്പോൾ ഗ്രൈൻഡിങ്ങിന് പോയേക്കുമായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു മികച്ച വീഡിയോയുമായി വരുന്നത് വരെ ബൈ.